ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇടിച്ചക്കത്തോരൻ്റെ റെസിപ്പിയാണ്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചക്കയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി അതൊരു കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയും ചേർത്തിട്ട് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ചില ചക്ക 1-2 വിസിലിൽ വെന്ത് കിട്ടും കേട്ടോ. ഇത് കുറച്ച് വേവ് അധികമുള്ള ചക്കയാണ്, അതുകൊണ്ടാണ് 3 വിസിൽ വരുത്തിയിരിക്കുന്നത്. ഇനി ഈ കുക്കറിന്റെ ആവിയൊക്കെ പോയതിന് ശേഷം അത് തുറന്നു നോക്കിയിട്ട് ചക്ക വെന്തിട്ടുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ അത് 1-2 വിസിലും കൂടി അടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പം ഈ ചക്ക വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ നന്നായി കളഞ്ഞെടുത്തിട്ട് ഇതുപോലത്തെ ഒരെണ്ണം വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇപ്പം ഇങ്ങനെ ഉടച്ചു വെച്ചിട്ടുള്ള ചക്കയാണ്. ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ പകുതിയും 7 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം. അരയ്ക്കാൻ പാടില്ല, നന്നായിട്ട് ചതച്ചെടുത്താൽ മതി. പിന്നെ പച്ചമുളകിൻ്റെ എണ്ണം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കും ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകും 2 ഉണക്കമുളക് പൊട്ടിച്ചിട്ടതും 1 ടീസ്പൂൺ ഉഴുന്നും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കരിയാൻ പാടില്ല, നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള നാളികേരം കൂടിയും ചേർക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചച്ചയ മാറുന്നത് വരെ നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കുക. 1-2 മിനിറ്റ് മാത്രം അത് വഴറ്റിയെടുത്താൽ മതി, ഒരുപാട് സമയമൊന്നും ചെയ്യണ്ട. ഇനി നാളികേരത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചക്ക വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് ഉടച്ചു വെച്ചിട്ടുള്ള ചക്ക ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ ചേർത്തിട്ടുള്ള നാളികേരവും പച്ചമുളകൊക്കെ എല്ലായിടത്തും ആവുന്നത് വരെ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. എന്നിട്ടൊന്ന് ഇളക്കുക. അങ്ങനെ 1-2 പ്രാവശ്യം ഇതേപോലെ ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഇടിച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.